മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ ഝാൻസിക്ക് തെക്കുകിഴക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഖജുരാഹോ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് 620 കിലോമീറ്റർ അകലെയാണ് ഖജുരാഹോ. ശില്പഭംഗിയുള്ള പുരാതന ക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരിടമാണിത്. 10-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖജുരാഹോ. മധ്യകാലഘട്ടത്തിലെ ഒരു വലിയ കൂട്ടം ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ ഖജുരാഹോയിൽ നിലനിൽക്കുന്നു. ആദ്യകാലത്ത് 85ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. ഇന്ന് ഇവയിൽ 20ഓളം ക്ഷേത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അന്നുകാലത്ത് ഖജൂർ എന്നറിയപ്പെടുന്ന ഈന്തപ്പനകൾ ധാരാളം ഉണ്ടായിരുന്നതിലാണ് ഖജുരാഹോ എന്ന പേര് വന്നത്. ചെറിയ രജപുത്ര രാജാക്കന്മാരാണ് ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ശിവൻ, വിഷ്ണു തുടങ്ങിയ ഹിന്ദു ദേവന്മാരുടെയും ജൈന തീർത്ഥങ്കരന്മാരുടെയും പ്രതിഷ്ഠകളാണ് ഖജുരാഹോ ക്ഷേത്രത്തിൽ ഉള്ളത്. ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായതാണ് ഖണ്ഡരിയ മഹാദേവ ക്ഷേത്രം. ഖജുരാഹോയിലെ ഐതിഹ്യം ഇങ്ങനെയാവുന്നു. ഒരു നിലാവെളിച്ചത്തിൽ ഹേമവതി എന്ന സുന്ദരിയായ യുവതി വാരണാസിയിലെ ഒരു കുളത്തിൽ സ്നാനം ചെയ്യുകയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ചന്ദ്രദേവൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ഹേമവതിയുമായി കാമിച്ചു. അവരിൽ നിന്നും ഒരു മകൻ ജന്മമെടുത്തു. ഒരു മകൻ വിവാഹത്തിന് മുമ്പേ ജനിച്ച ഹേമവതി ദുഃഖിതയായിരുന്നു. പക്ഷേ ചന്ദ്രദേവൻ ഹേമവതി ദൂരെ ഒരു ഈന്തപ്പഴ കാടുകളിൽ ഒരു മകനെ പ്രസവിക്കുമെന്നും ആ മകൻ ഒരു ധീരനായി തീരുമെന്നും അരുൾ ചെയ്തു. ചന്ദ്രദേവൻ അരുൾ ചെയ്ത പോലെ ഹേമവതിയുടെ മകൻ ചന്ദ്രവർമ്മൻ ഒരു രാജാവായി തീർന്നു. ചന്ദ്രവർമ്മൻ തന്റെ രാജ്യത്തെ വിശാലമാക്കി. കലഞ്ചർ കോട്ട ഇപ്പോഴും ചന്ദ്രവർമ്മന്റെ വിജയത്തിന്റെ ചിഹ്നമാണ്. ചന്ദ്രവർമ്മൻ സ്വന്തം അമ്മയുടെ പാപമുക്തിക്കായി ഖജുരാഹോയിൽ ക്ഷേത്രങ്ങൾ പണിതു. ആ ക്ഷേത്രങ്ങളിൽ ഹേമവതിയുടെയും ചന്ദ്രദേവന്റെയും അനശ്വര പ്രേമത്തിന്റെയും രാസക്രീഡകളുടെ ഉൾക്കാഴ്ച കൊത്തുപണികളായി പ്രതിഫലിച്ചു. കൂടാതെ ഈ ക്ഷേത്രത്തിൽ മൃഗങ്ങളുടെയും സ്ത്രീ ശില്പങ്ങളുടെയും ദൈവങ്ങളുടെയും നാട്യശാസ്ത്രത്തിന്റെയും സ്ത്രീ സൗന്ദര്യത്തിന്റെയും ഭംഗി അനശ്വരമാക്കി. Dadadagda gadgin. Tettekatagena. Dadida kadada dadida. Trigda trigda dada trigda. Dadrigda trigda da. Dagdung mudung dagdung mudung mudung da dinda trigda dinda. Tettekatagena da. Dumkita tagita taka, dumtita kada gadigina da dinda. Dumkita tagita taka, dumtita kada gadigina da dinda. Dum
ലക്ഷ്മണ ക്ഷേത്രം വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ്. കല്ലിൽ തീർത്ത മനോഹരമായ ഒരു നിർമ്മിതിയാണിത്. വെസ്റ്റേൺ ഗ്രൂപ്പിൽപ്പെടുന്ന പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. AD 930-950 കാലത്താണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഹിന്ദു ആരാധനാമൂർത്തികളുടെ 600-ലധികം രൂപങ്ങൾ ഇവിടെ കാണാനാവും. അവയ്ക്ക് പുറമെ കുതിരകൾ, ആനകൾ എന്നിവയുടെ രൂപങ്ങൾ ക്ഷേത്രത്തിന്റെ തറയിൽ കാണാം. ഖജുരാഹോ ക്ഷേത്ര സമുച്ചയത്തിലെ രാജകീയ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ക്ഷേത്രത്തിന്റെ 4 മൂലകളിലായി 4 ശ്രീകോവിലുകളുണ്ട്. ഇവയെല്ലാം കല്ലിൽ കൊത്തിയ വേലികളാൽ ചുറ്റപ്പെട്ടവയാണ്. ക്ഷേത്രത്തിലെ ഓരോ ചിത്രീകരണത്തിലും അത് നിർമ്മിച്ച കലാകാരന്മാരുടെ കഴിവ് തിരിച്ചറിയാം. സ്ത്രീകളുടെ പല നിലകളിലുള്ളതും ആഭരണങ്ങൾ ധരിക്കുന്നതുമായ രൂപത്തിലുള്ളതുമായ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകൾ ഇവിടെ കാണാം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ രൂപങ്ങൾ ഉള്ളത്. ക്ഷേത്രത്തിന്റെ പ്രധാന ശിഖരം 31 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. ഇത് ശിവന്റെ മഹാമേരുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രധാന ശിഖരത്തെ ചുറ്റി 84 ചെറിയ ശിഖരങ്ങളും ക്ഷേത്രത്തിനുണ്ട്. അലങ്കൃതമായ ഒരു കവാടം, തുടർന്ന് ഒരു പ്രവേശന മണ്ഡപം, അതിനുശേഷം മഹാമണ്ഡപം എന്നറിയപ്പെടുന്ന വിശാലമായ അറയും ഏറ്റവും ഒടുവിൽ ഗർഭഗൃഹം എന്നറിയപ്പെടുന്ന അറയും ഉൾപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ അന്തർഭാഗം. മഹാമണ്ഡപത്തിൽ നൃത്തവും മറ്റും അവതരിപ്പിക്കപ്പെട്ടിരുന്നു. മഹാമണ്ഡപം കഴിഞ്ഞുള്ള ഗർഭഗൃഹത്തിലാണ് മാർബിളിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ. രജപുത്രരുടെ കാലത്ത് രാജാവിനും രാജാവിന്റെ അടുത്ത ബന്ധുക്കൾക്കും പൂജാരികൾക്കും മാത്രമേ ഗർഭഗൃഹത്തിൽ പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. ഖജുറാഹോയിലെ ക്ഷേത്ര സമുച്ചയം ചണ്ഡേല വംശത്തിന്റെ അധീനത്തിലായിരുന്നു. പിന്നീട് മിക്ക ക്ഷേത്രങ്ങളും യശോവർമ്മനും ഢങ്കയും വിപുലപ്പെടുത്തി. കുറെ ദശാബ്ദത്തിനു ശേഷം ഖജുരാഹോവിനെ കാടുകൾ വിഴുങ്ങി. ബുണ്ടേൽഖണ്ഡിലെ കാടുകളിൽ പുറം ലോകമറിയാതെ 7-8 നൂറ്റാണ്ടുകാലം ഖജുരാഹോ മറിഞ്ഞുകിടന്നു. 1000 വർഷത്തിനു ശേഷം ഖജുരാഹോ മുഹമ്മദ് ഗസ്നി ആക്രമിക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ പരാജയപ്പെട്ടു. പിന്നീട് ഖജുരാഹോ ക്ഷേത്രങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അധീനതയിലായി. 1830-ൽ TS ബെർട്ട് ഈ ക്ഷേത്രങ്ങളെ കണ്ടുപിടിക്കുകയും ശേഷം ഈ ക്ഷേത്രങ്ങളിൽ ശിവാരാധന ആരംഭിക്കുകയും ചെയ്തു. ഖജുരാഹോയിലുള്ളത് അനുസൃതമായ കാമനകളുടെ ഉത്സവാകാശമാണ്. രതിക്രിയകൾക്കിടയിൽ ശിലയായി ഉറഞ്ഞുപോയ ദേവസുന്ദരികൾ കൽച്ചുറ്റുകളിലും മതിൽക്കെട്ടുകളിലും ശാപമോക്ഷം കാത്തുനിന്നു. കണ്ണികൾ മുറിയാതെ ഒഴുകുന്ന ജീവതാളത്തിന്റെ സൗന്ദര്യ ശാസ്ത്രമാണ് ഖജുരാഹോയിൽ കാണുന്നത്. ധുംകിട്ട് തകിട്ട് തക ധുംതിട്ട് കഥ കഥകിന് ദാദിന്ദ ധുംകിട്ട് തകിട്ട് തക ധുംതിട്ട് കഥ കഥകിന് ദാദിന്ദ ധും തദിന്ദ ദിന്ദ തിട്ട് കഥ കഥകിന് ദാ തിട്ട് കഥ കഥകിന് ദാ തിട്ട് കഥ കഥകിന് ദാ തദിന്ദ ദിന്ദ തിട്ട് കഥ കഥകിന് ദാ തിട്ട് കഥ കഥകിന് ദാ തിട്ട് കഥ കഥകിന് ദാ തദിന്ദ ദിന്ദ തിട്ട് കഥ കഥകിന് ദാ തിട്ട് കഥ കഥകിന് ദാ തിട്ട് കഥ കഥകിന് ദാ Da da digday da da digday da Rigda